ഈശോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും സ്വന്തമായിട്ടുള്ള നമ്മുടെ ആ വിശുദ്ധ ഗ്രന്ഥം നമുക്കറിയാതെ എന്തോരം സിറ്റുവേഷനിലാണ് നമ്മളെ സഹായിച്ചിട്ടുള്ളതെന്ന്. ഒരു വചനം ഓരോ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ, ചില പ്രശ്നങ്ങൾ, ചില പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ, ചിലപ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ബുദ്ധിമുട്ടുമ്പോഴൊക്കെ വിശുദ്ധ ഗ്രന്ഥം, വചനത്തിലെ വാക്യങ്ങളൊക്കെ നമ്മൾ എന്തോരെയാണ് ശക്തിപ്പെടുത്തിയിട്ടുള്ളത്. വിശുദ്ധർ, പുണ്യാളന്മാർ, അപ്പസ്തോലന്മാർ, പ്രവാചകന്മാർ, വലിയ മനുഷ്യരൊക്കെ ഈശോ തന്നെ നേരിട്ടും സംസാരിച്ച വലിയ കാര്യങ്ങളാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളത്. ഓരോ സാഹചര്യം അനുസരിച്ച് നമ്മൾ വചനം എടുത്ത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതുപയോഗിച്ച് പ്രാർത്ഥിച്ച് വലിയ സൗഖ്യം, വിടുതലൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്നത്, നമുക്കെല്ലാവർക്കും പൊതുവായിട്ടുള്ള ഒരു വികാരം, ഒരു റിയാലിറ്റിയാണ് ഭയം, അല്ലേ? ഒരുപാട് സാഹചര്യങ്ങൾ നമ്മൾ ഭയപ്പെടാറുണ്ട്. ചിലപ്പോൾ ഒന്നുമില്ലാണ്ട് വെറുതെ ഒരു സിറ്റുവേഷൻ, നാളെ എന്നെ സംഭവിക്കുന്നൊക്കെ ഓർത്ത് ഭയപ്പെടുകയായിരിക്കും. ചിലപ്പോൾ ഒരു റിയാലിറ്റിയെ നമ്മൾ ഭയപ്പെടുകയായിരിക്കും. ചില ജീവികളെ, ചില സാഹചര്യങ്ങളെ, ഇരുട്ടിനെ ഒക്കെ നമ്മൾ പേടിക്കായിരിക്കും. നമ്മളിന്ന് ചിന്തിക്കാൻ പോകുന്ന ഒരു 3 വചനങ്ങളാണ്. ഭയമുണ്ടാകുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ, ഭയത്തിലൂടെ, അസ്വസ്ഥതയിലൂടെയൊക്കെ കടന്നു പോവുകയാണെങ്കിൽ, അകാരണമായ ഭയം കാരണം ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ചില സാഹചര്യങ്ങളിൽ നമുക്ക് വായിച്ച് പ്രാർത്ഥിക്കാൻ, പ്രാർത്ഥിച്ച് അഭിഷേകം നേടാൻ, ശക്തി നേടാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു 3 വചനങ്ങൾ നമ്മളൊന്ന് ധ്യാനിക്കാൻ പോവാണ്. ഒന്നാമത്തെ വചനം ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. കാണപ്പാടം അറിയായിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥം എടുക്കണം, വായിക്കണം, അടയാളപ്പെടുത്തണം, മനപ്പാടം പഠിക്കണം, പ്രാർത്ഥിക്കണം. ഏശയ്യാ 54:17, നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. നിനക്കെതിരെ സംസാരിക്കുന്ന നാവുകളെ നീ ഗണ്ണിക്കും. ഇത് കർത്താവിൻ്റെ ദാസരുടെ പൈതൃകമാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കെതിരെ ആലോചനകൾ, നമുക്കെതിരെ ആയുധങ്ങൾ, നമുക്കെതിരെ ദുരാലോചനകൾ, പ്രവർത്തനങ്ങളൊക്കെ നടക്കും. പക്ഷേ കർത്താവ് ഒരു വാഗ്ദാനം നൽകുകയാണ് വചനത്തിലൂടെ. നമ്മളത് വിശ്വസിച്ച് ഏറ്റെടുക്കുക. നിനക്കെതിരെ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവില്ല. നിനക്കെതിരെ സംസാരിക്കുന്ന നാവിനെയൊക്കെ നീ തന്നെ ഖണ്ഡിക്കും. ഇത് കർത്താവ് അരുളി ചെയ്യുന്നു. ഇത് നിൻ്റെ അവകാശമാണ്, പൈതൃകമാണെന്ന് കർത്താവ് വാഗ്ദാനം നൽകുകയാണ്. ഏശയ്യാ പ്രവാചകനിലൂടെ പറഞ്ഞ ഈ വചനത്തിൻ്റെ അഭിഷേകം നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് കയറി ഈ ഭയം എന്ന ഒരു സ്പിരിറ്റിനെ എടുത്ത് കളയട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. രണ്ടാമത്തെ ഒരു വചനം സങ്കീർത്തനം 56 ആ സങ്കീർത്തനം മുഴുവൻ നമുക്കൊരു ഭയം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാൻ നല്ലതാണ്. സങ്കീർത്തനം 56 3-4 വാക്യങ്ങൾ നിങ്ങളിത് കേട്ട് അങ്ങനെ ഇരിക്കരുത്. നിങ്ങളിത് പ്രാർത്ഥിക്കണം, വിശ്വസിക്കണം. ഒരുപാട് ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണം. നമുക്കൊരു സുവിശേഷ പ്രഘോഷമായിട്ട് അത് ചെയ്യാൻ പറ്റും. ഒരുപാട് ആളുകൾ ഭയങ്ങളിലൂടെ, സങ്കടങ്ങളിലൂടെ, നമ്മളെക്കാൾ അധികം ഭയങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും. അവരോട് ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. ഏശയ്യാ 54:17 മറക്കരുത്. ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് സങ്കീർത്തനം 56 അതിൻ്റെ 3-4 വാക്യങ്ങൾ. ഭയമുണ്ടാകുമ്പോൾ ഞാൻ കർത്താവിനെ ആശ്രയിക്കും. ആ കർത്താവിനൊരു പ്രത്യേകതയുണ്ട്. ആ കർത്താവിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുകയാണ്. ഞാൻ ആരുടെ വചനത്തെ കീർത്തിക്കുന്നുവോ, ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ, ആ കർത്താവിൽ, ഇൻ ദാറ്റ് ലോഡ്, ആ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുകയാണ്, നിർഭയനായിട്ട് ആശ്രയിക്കുകയാണ്. എന്നിട്ടൊരു ചോദ്യം കൂടെ ചോദിക്കുന്നുണ്ട് സങ്കീർത്തകൻ, മർത്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ഏശയ്യാ 54:17 ഇതും കൂടെ ഒന്ന് ചേർത്ത് വായിക്കണം. നമുക്കെതിരെ നിൽക്കുന്ന തിന്മയുടെ അരൂപികളായിരിക്കാം, മനുഷ്യരുടെ ആലോചനകളായിരിക്കാം. മർത്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? കാരണം ഞാൻ ആശ്രയിക്കുന്ന ആരിലാണ്? എൻ്റെ കർത്താവിൽ. ആരുടെ വചനത്തെ ഞാൻ വിശ്വസിക്കുന്നോ, ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നോ, ആ കർത്താവിൽ ഞാൻ ആശ്രയിക്കുന്നു. മൂന്നാമത്തെ ഒരു വചനം വളരെ പവർഫുൾ, നിങ്ങൾക്ക് കാണാപ്പാട് അറിയാവുന്നതാണ്. സങ്കീർത്തനം 23, കർത്താവാണ് എൻ്റെ ഇടയൻ എന്നുള്ള സങ്കീർത്തനം, അതിൻ്റെ 4-ാമത്തെ വാക്യം വളരെ വലിയൊരു ബോധ്യത്തോടെ തരുന്ന ഒരു വചനമുണ്ട്. 23:4, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനത്തോടെ നമുക്കൊരു ഉള്ളിലോട്ടൊരു ബോധ്യം നിൽക്കണം. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് മനുഷ്യർ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, സാഹചര്യങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, അകാരണമായ ഭയം നമ്മളെ പിടിച്ച് ഞെരുക്കി മുറുക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു റിയാലിറ്റി ആണെങ്കിലും, മരണം മുന്നിൽ കാണുകയാണെങ്കിലും, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാനും നിങ്ങളൊക്കെ നടക്കുന്നതെങ്കിലും നമ്മൾ ഭയപ്പെടില്ല. ഒറ്റ കാരണം എന്ത്? അനാവശ്യമായ കോൺഫിഡൻസ് അല്ല, വലിയൊരു കോൺഫിഡൻസ്. എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, അവിടുന്ന് എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടില്ല. ഈ 3 വചനം കാണാപ്പാടം പഠിക്കുക. നിങ്ങളിത് ഒത്തിരി ആളുകളിലോട്ട് പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഒരു കുഞ്ഞു ഹോംവർക്ക് കൂടെ തരികയാണ്. ഇത് 3 വചനങ്ങൾ മാത്രമല്ലല്ലോ ഭയം ഉണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു സുവിശേഷ ശുശ്രൂഷ, വലിയൊരു മിഷൻ ആക്ടിവിറ്റിയാണ്. ഒരു 2 വചനമെങ്കിലും മിനിമം, ഒരു 2 വചനവും കൂടെ നിങ്ങൾക്ക് അറിയാവുന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഈ 3 നമ്മൾ പറഞ്ഞ കൂടാതെ ഒരു 2 വചനം കണ്ടുപിടിക്കുക. നമ്മുടെ കമൻറ്റ് ബോക്സിലാവുന്ന കമൻറ്റ് ഇട്ടേക്കുക. ഈ ഭയം ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു 2 വചനം. അപ്പോൾ അത് അച്ഛൻ ഇത് പറഞ്ഞു തരുന്നത് കൂടാതെ ഈ കമൻറ്റ് ബോക്സിലൊക്കെ ശ്രദ്ധിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്, കമൻറ്റ് ഇടുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ വചനങ്ങൾ ഇപ്പം നമ്മൾ 3 പറഞ്ഞു, ഒരു 2 കൂടെ എങ്കിലും മിനിമം നിങ്ങൾ ഓരോരുത്തരും കണ്ടുപിടിച്ചിടുക. അത് വലിയൊരു നമുക്കൊരു ഇവാഞ്ചലൈസേഷൻ ഒരു ഭാഗമായിട്ട് അത് മാറ്റണം. ഒത്തിരി ആളുകളിലേക്ക് ഈ വചനത്തിൻ്റെ ശക്തി നിറയണം. അതിനുള്ള വലിയ കൃപ നിങ്ങൾക്ക് ലഭിക്കട്ടെ. എല്ലാ ഭയങ്ങളും ഈശോയുടെ നാമത്തിൽ മാറി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അതിശക്തമായ സംരക്ഷണം
സ്നേഹത്തിൻ്റെ സംരക്ഷണം നിങ്ങൾ ഓരോരുത്തരെയും, നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും, നിങ്ങളുടെ ജോലി, ശുശ്രൂഷ, പഠനം, നിങ്ങളുടെ ജീവിതാന്തസ്സിനെല്ലാം സംരക്ഷിക്കട്ടെ, പൊതിഞ്ഞു പഠിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ആമേൻ.